നടൻ മമ്മൂട്ടിക്ക് സാധ്യതയുണ്ടോ? ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മളൊക്കെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 3 മണിക്കാണ് ദേശീയ ചലച്ചിത്ര പ്രഖ്യാപനമെങ്കിൽ ഇന്ന് 12 മണിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തുക. സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം പൂർത്തിയാക്കിയത്. ഇതിന്റെ വിവരങ്ങൾ സുലേഖയാണ് നൽകുന്നത്. സുലേഖ, ഇന്ന് 12 മണിക്കാണ് പുരസ്കാര പ്രഖ്യാപനം ഉള്ളത്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തവണ മമ്മൂട്ടിയും പൃഥ്വിരാജും നടന്മാർക്കായി മത്സരിക്കുന്നു. നായികയായിട്ട് ഉർവശിയും പാർവതി തിരുവോത്തുമാണ് രംഗത്തുള്ളത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ദേശീയ പ്രഖ്യാപനത്തിലും സംസ്ഥാന പ്രഖ്യാപനത്തിലും അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പ്രിയ, തീർച്ചയായും സിനിമാ പ്രേമികൾക്ക് ഇന്ന് വലിയ ഒരു ആകാംക്ഷ നൽകുന്ന ദിവസമാണ് ദേശീയ ചലച്ചിത്ര അവാർഡ്, അതിനൊപ്പം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 2 ചലച്ചിത്ര അവാർഡുകളും ഇന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതെന്തായാലും 12 മണിക്കാണ് മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത്. 160ഓളം ചിത്രങ്ങളാണ് പുരസ്കാര നിർണയത്തിനായി എത്തിയത്. ഇതിൽ 80% ചിത്രങ്ങൾ അതികഠിനമെന്നോളം നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ 80ഓളം ചിത്രങ്ങളാണ് ഈ പട്ടികയിൽ നിന്ന് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 80% അന്തിമഘട്ടത്തിലേക്ക് എത്തിയ സിനിമകളിൽ 80% സിനിമകൾ അത് നവാഗത സംവിധായകരുടെ സിനിമ എന്ന ഇത്തവണത്തെ പ്രത്യേകതയാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവസാന റൗണ്ടിൽ എത്തിയ 40 ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ നിന്നായിരിക്കും ഈ പുരസ്കാരങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ മികച്ച നടന്മാരുടെ മത്സരത്തിന് മമ്മൂട്ടിയും അതിനൊപ്പം തന്നെ പൃഥ്വിരാജും മത്സര രംഗത്തുണ്ട്. മമ്മൂട്ടിയുടെ പ്രകടനം കാതൽ ദി കോർ എന്ന സിനിമയ്ക്കാണെങ്കിൽ പൃഥ്വിരാജ് ആടുജീവിതം എന്നുള്ളൊരു സിനിമയിലെ പ്രകടനത്തിലാണ് ഈ മികച്ച നടനിലുള്ള ഒരു പട്ടികയിലേക്ക് പൃഥ്വിരാജ് കടന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മികച്ച സിനിമയ്ക്ക് ഉള്ളൊഴുക്ക ആടുജീവിതം, കാതൽ ദി കോർ 2018, അതിനൊപ്പം എവരി വൺ ഈസ് എ ഹീറോ, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളും ഈ മത്സര രംഗത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ക്രിസ്റ്റോ ടോമി, ബ്ലസി, ജിയോ ബേബി, ജൂഡ് ആന്റണി, ജോസഫ്, റോബി വർഗീസ് രാജ് തുടങ്ങിയവർ മികച്ച സംവിധായകരുടെ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ തിയേറ്ററുകളിലോ OTTയിലോ വരാത്ത ചിത്രങ്ങളാണ് ഭൂരിഭാഗവും എന്നതും വലിയ ഒരു പ്രത്യേകത തന്നെയാണ് ഇത്തവണത്തെ ഈ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉള്ളത് എന്നത് തന്നെയാണ്. ഉള്ളൊഴുക്കിലെ മികച്ച പ്രകടനം അത് പാർവതി തിരുവോത്തിനും ഒപ്പം ഉർവശിയും രണ്ടുപേരും ഈ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ ഈ അഭിനയത്തിന് മികച്ച നടി എന്നുള്ളൊരു നടിയുടെ കാറ്റഗറിയിലേക്ക് മത്സര രംഗത്തുണ്ട്. അതിനൊപ്പം തന്നെ ഈ സാധ്യതാ പട്ടിക എന്ന് പറയുന്ന സമയത്ത് ഈ മികച്ച നടിയുടെ ഈ സാധ്യതാ പട്ടികയിൽ പാർവതി തിരുവോത്തും അതിനൊപ്പം തന്നെ ഉർവശിയും വരുന്ന സമയത്ത് തന്നെ അനശ്വര രാജൻ മേരി എന്ന സിനിമയ്ക്ക് ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനൊപ്പം വിൻസി അലോഷ്യസ്, അത് രേഖ എന്നുള്ള ചിത്രത്തിലെ മികവിന് വിൻസി അലോഷ്യസും ഈ ഒരു സാധ്യതാ പട്ടികയിൽ കടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മികച്ച സ്വഭാവ നടനിലേക്കുള്ള ഒരു മത്സരത്തിൽ സുധി കോഴിക്കോട് കാതൽ ദി കോർ എന്ന സിനിമയിലെ അഭിനേതാവ് സുധി കോഴിക്കോട്, അതിനൊപ്പം തന്നെ ജാക്സൺ ബസാറിലെ അഭിനയത്തിന് ഇന്ദ്രൻസും ഈ ഒരു സാധ്യതാ പട്ടികയിൽ മികച്ച സ്വഭാവ നടനുള്ള ഒരു സാധ്യതാ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ സംഗീത സംവിധാനം പറയുന്ന സമയത്ത് AR റഹ്മാനാണ് ഈ ഒരു സംവിധാനം എന്നുള്ളൊരു കാറ്റഗറിയിൽ എടുത്തു നിൽക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ആടുജീവിതം. നമുക്കറിയാം, ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകളും സംഗീതവും ഒക്കെ തന്നെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തൊരു സംഗീതമാണ് ആടുജീവിതത്തിലേത്. അതിനൊപ്പം തന്നെ സുഷിൻ ശ്യാമും ഈ സംഗീത സംവിധായകരുടെ പട്ടികയിലേക്ക് കടക്കുന്നുണ്ട്. സുഷിൻ ശ്യാം ഈ കണ്ണൂർ സ്ക്വാഡ് എന്നുള്ളൊരു സിനിമയിലെ സംഗീതത്തിലാണ് ഈ സുഷിൻ ശ്യാമിന്റെ പേര് എടുത്തു പറയുന്നത്. എന്നിരുന്നാലും ഈ മലയാള ചിത്രത്തിലെ ആസ്വാദകരെ സംബന്ധിച്ച് പ്രേക്ഷകരെ വലിയ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ഉള്ളത് എന്നത് തന്നെയാണ്. ഇന്ന് 12 മണിക്കാണ് മന്ത്രി സജി ചെറിയാൻ ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. എന്നിരുന്നാലും മമ്മൂട്ടി, പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, ഉർവശി അടക്കമുള്ളവർ ഈ സാധ്യതാ പട്ടികയിലുണ്ട്. എന്തായാലും 12 മണിയോളം നമുക്കിത് കാത്തിരിക്കേണ്ടി വരും പ്രിയ.